എന്ത് കൗതുകത്തോടു കൂടിയാണ് ആ പോലീസുകാർ അവരെ കേട്ടിരിക്കുന്നത്. ഞാൻ ഫിഫക്ക് ഇതെടുത്ത് പോയതായിരുന്നു. ഫിഫ ഒരു മിനിറ്റ്, ഞാൻ ക്യാമറ ഇങ്ങോട്ട് തിരിക്കട്ടെ, ഞാൻ സാർ എടുത്തിട്ട് കൂടുതലാകും. കുഴപ്പമില്ല. ഫിഫ വേൾഡ് കപ്പിന് ഇതിൽ പോയതായിരുന്നു. നമ്മുടെ മിനിസ്റ്റർ ആന്റണി രാജുള്ള ഉപ്പനെ കണ്ണൂരിന്റെ ഫ്ലാഗ് ഓഫ് ചെയ്തു 2022. സാർ കണ്ടിട്ടുണ്ടോ ഒരു MBD അത് കഴിഞ്ഞിട്ട് ജീവിതം ഞാൻ അവിടെ വന്നു. വീഡിയോ എടുത്തിട്ട് UAE ഇറങ്ങി. UAE, സൗദി, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ് കഴിഞ്ഞ് ഇറാഖ്, കുർദിസ്ഥാൻ, തുർക്കി, ജോർജിയ, അർമേനിയ, റഷ്യ, ഇറാൻ, അർമേനിയ, അവിടെ നിന്ന് നേരെ ഉസ്ബെക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, താലിബാന്റെ ഇടയിലോട്ടെല്ലാം കുറെ ഈ സാർ കാണുന്ന ഫ്ലാഗ് മുഴുവൻ ഞാൻ ട്രാവൽ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചൈന വഴി ടിബറ്റ്, നേപ്പാൾ, ഇന്ത്യ കയറി, UP വഴി ആഗ്ര, അങ്ങനെ താഴെ ഇറങ്ങി. കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് കയറി. ഇപ്പോൾ അവിടെ എന്റെ വീട് മാഹി. പക്ഷെ എന്റെ മക്കളും ഹസ്ബൻഡ് ഉമ്മയെല്ലാം അബുദാബിയാണ്. മൂപ്പര് അവിടെ വർക്ക് ചെയ്യുന്നു. ഒരു 5 കൊല്ലായി. കുറെ ഓരോ ഇത് 8ാമത് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ചെറുപ്പത്തില് ഒരു സ്കൂൾ പഠിക്കുന്ന സമയത്തൊന്നും ടൂറിന് പോകാൻ പറ്റില്ല. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി 90 കിഡ്സ് ആകുമ്പോൾ 500 രൂപ കൊടുത്ത് അവിടെ അയക്കില്ലാണ്. പിന്നെ കല്യാണം കഴിച്ച് ഡ്രൈവിംഗ് 18 ദിവസം കല്യാണം കഴിച്ചു. ഡ്രൈവിംഗ് പഠിച്ചപ്പോഴാണ് പിന്നെ ഇന്ത്യ ഫസ്റ്റ് പോയി. ഇന്ത്യ പോയപ്പോഴാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളും പോകണമെന്ന്. താമസം ഇവിടെ ഒരു ടെന്റ് ഉണ്ടായിരുന്നു, ഞാനിപ്പോ അയച്ചു വെച്ചു. പിന്നെ ഉള്ളില് ഫുള്ള് ബെഡാണ്, ഫുള്ള് ബെഡ്. പിന്നെ കിച്ചൺ ഉണ്ട്, കുക്ക് ചെയ്യും. പിന്നെ ഈ പോയ എല്ലാ രാജ്യത്തും റഷ്യക്കാരെ, ചൈനക്കാരെ വീട്ടിൽ താമസിക്കും. അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസാണ്. പിന്നെ ഒരു ഇന്ത്യ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര കാര്യമാണ്. ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഓൾ കണ്ട ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അത് റിയാസ് മിനിസ്റ്റർ തന്നെയാണ് അതിന്റെ പ്രകാശനം ചെയ്യുന്നത്. എനിക്കൊരു പുസ്തകം എഴുതാൻ ഞാനൊരു ഫോട്ടോ എടുത്തു വിനോദിൽ. സത്യമായിട്ട് പോലീസുകാർ ഫോട്ടോ കണ്ടിട്ട് ഭയങ്കര പേടിയാണ്. ഓണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചൈന എടുത്തു. ഫുള്ളും ടെക്നോളജിയില് ഭയങ്കര. അറിയുണ്ടോ സാർ ഇത് വായിച്ചപ്പോ മനസ്സിലാക്കണേ? ണ്ട് ചൈന വഴി വെച്ചിട്ട് അന്ന് കഴിഞ്ഞ കൊല്ലം ഫിഫിന്റെ സമയത്ത് ആന്റണി രാജു സാറാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്.